അപ്പോഴേ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിന്ന് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു മഗ്ഗിനകത്താണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ശർക്കര ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1/4 ഗ്ലാസോളം പാലാണ് വേണ്ടി വരുന്നത്. ചെറു ചൂടുള്ള പാല് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അല്പം കൂടി പാലൊഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മിക്സ് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് 1.5 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്. അതൊന്ന് മെൽറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗി ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്.